വേനൽക്കാലം മാറി മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചീവ്നെസ് പ്ലാന്റ്സിന് ഒരു സമാധാനവുമില്ല. പൂക്കാനായിട്ട് അങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു നമ്മുടെ അച്ചീവ്നെസ് പ്ലാന്റൊക്കെ. വേനൽക്കാലം ആയപ്പോൾ ഈ പ്ലാന്റൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയില്ലായിരുന്നേ. മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ പ്ലാന്റ്സിൻ്റെ എല്ലാം ഇങ്ങനെ തളർത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വെർബീന പ്ലാന്റ് ആണ് കേട്ടോ. ഒരു 5-6 ഷെയ്ഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 ഷെയ്ഡോളമാണ് നമ്മുടെ കയ്യിൽ നിലവിൽ കാണാനുള്ളത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് അച്ചീവ്നെസ് പ്ലാന്റ് ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്തെന്ന് അറിയില്ല. നമുക്ക് ചെടി കൃഷിയോടൊപ്പം തന്നെ ഇടയ്ക്ക് സൈഡായിട്ട് ഇതുപോലുള്ള വെറൈറ്റി മുളകളും ഒക്കെ ഉണ്ട്. ഒരെണ്ണം അങ്ങ് ഷെയ്ഡിന് താഴേക്ക് വീണ് പോയിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ സിംഗിൾ പെറ്റൽ ആണ് കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു, ഒരു 30ന് മേലിൽ കളർ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയിട്ട് ചുരുക്കം കുറച്ചായിട്ടുണ്ട്. ഇനി വേണം ഇതിനൊക്കെ ഒന്ന് കെയർ കൊടുത്തെടുക്കാനായിട്ട്. ഒത്തിരി ഡബിൾ ഷെയ്ഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് എങ്ങോട്ട് പോയെന്ന് പോലും എനിക്കറിയാൻ പറ്റുന്നില്ല. ഇത് ഏതാ പ്ലാന്റെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. എന്തോ പേരെനിക്ക് അറിയാമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഇത് നമുക്ക് കട്ടിങ്സ് വാങ്ങിയപ്പോൾ ഒരു ആൾ ഫ്രീ ആയിട്ട് തന്നതാണ് പ്ലാന്റ്. പക്ഷെ അതിൻ്റെ പേര് എന്താണെന്നോ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നമ്മുടെ നോർമൽ സിംഗിൾ പെറ്റൽ ബാൽസമാണ്. ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കൂട്ടിന് വേനലൊക്കെ ആയി അങ്ങനെ ശ്രദ്ധിക്കാറേ ആയപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മുടെ വിംഗർ പ്ലാന്റ്സിലെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വളർച്ച നിന്ന് നിൽക്കുകയാണ്. ഇനി നമുക്കിത് വയ്ക്കാനായിട്ടുള്ള സ്ഥലപരിമിതി മൂലം അങ്ങനെയൊക്കെ നമ്മുടെ പ്ലാന്റ് കുറേയൊക്കെ ഇങ്ങനെയൊക്കെ ഡാമേജ് ആയി പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണിച്ചു പോകുന്നത് നമ്മുടെ കയ്യിലുള്ള അപ്രൈറ്റിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ. നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള അപ്രൈറ്റ് പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. എടുത്തു പറയാനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊന്നും സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് അല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ വന്ന് നിൽക്കുന്ന പ്ലാന്റ്സ് മാത്രമാണ്. നമ്മൾ സെയിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഈ പ്ലാന്റ്സിൻ്റെ ഒന്നും നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. എവിടെ നിന്നാണ് നമ്മൾ വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നതെന്ന് ഒരു ചോദ്യം കണ്ടിരുന്നു. നമ്മൾ ഒരു സെല്ലറിൻ്റെ നിന്നല്ല കേട്ടോ വാങ്ങിക്കുന്നത്. നമ്മൾ യൂട്യൂബിലുള്ള മിക്ക സെല്ലേഴ്സിൻ്റെ നിന്നും പ്ലാന്റ്സ് വാങ്ങിക്കാറുണ്ട്. സിംഗിളായിട്ട് വാങ്ങിയൊക്കെയാണ് നമ്മൾ വലിയൊരു കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തത്. തുടക്കത്തിൽ ഞാൻ വിങ്കയുടെ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുള്ളത് ജാസ്മിൻ്റെന്നായിരുന്നു കേട്ടോ. പിന്നീട് വന്നപ്പോഴാണ് പ്ലാന്റ്സിനോട് കൂടുതൽ കൗതുകം തോന്നിയിട്ട് നമ്മുടെ വിങ്ക പ്ലാന്റ്സ് ഒത്തിരി കളക്ട് ചെയ്തത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് നല്ലൊരു മഴ കിട്ടി കേട്ടോ. മഴയത്ത് നമ്മുടെ മില്യൻ ബെൽസ് ഇതുപോലെ കാറ്റിലൊക്കെ ആടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെല്ലർ ലിസ്റ്റ് ചോദിക്കുന്നവരോട് നമ്മൾ യൂട്യൂബിലുള്ള മിക്ക സെല്ലേഴ്സിൻ്റെ നിന്നും പ്ലാന്റ്സ് വാങ്ങിക്കാറുണ്ട്. കുട്ടി പ്ലാന്റ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങിക്കുന്നത്, ചിലപ്പം ബൾക്കായിട്ടോ ഒക്കെ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒത്തിരി സെല്ലേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കമൻറ്റിന് റിപ്ലൈ ആയിട്ടാണ് ഞാനിത് പറഞ്ഞത്.